وآية لهم الأرض المهديين وأخرجنا منها وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون سبحان الذي خلق الأرض وآية لهم وخلقنا لهم من مثله ما يركبون. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. صلى الله على النبي الأمي وعلى آله صلى الله عليه وسلم صلاة وسلاما عليك يا رسول الله. أوصل اللهم ثواب قراءتنا بركة دعائنا وإخراجنا وصلواتنا إنا إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا ونهدينا بقية الصحابة القرابة كلهم أجمعين. آمين يا رب العالمين. مشايخنا كلهم عامة. اللهم انفعنا بعلومهم وأسرارهم وأنوارهم وبركاتهم. آمين آمين يا رب الآخرة. آمين يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. അസ്സലാമു ഇപ്പോൾ പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞു. നോമ്പ് 29 എടുത്തു, അത് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞു. ഇതിന് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്നാണ്? അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ പരിശുദ്ധമായ റമളാൻ ഷരീഫില് വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് കർമ്മങ്ങളിലൂടെയും ധർമ്മങ്ങളിലൂടെയും നേടിയെടുത്ത ആത്മീയമായ ആ ഒരു ഔന്നിത്യം അത് നിലനിർത്തണം എന്നുള്ളതാണ്. ശക്തമായ ഒരു പോരാട്ടമാണ് പൈശാചികതയോടും നമ്മുടെ ദേഹേച്ഛയോടുമുള്ള പോരാട്ടം നടത്തി അതിൽ വിജയം വരിച്ചതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പല ക്രൂരതകളിലും പല ആളുകളുടെ ദുരിതങ്ങളിലും പങ്കുചേരുന്നതോടൊപ്പം ഈ മഹത്തായ ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ ഈ വിശ്വാസി സമൂഹത്തിന്റെ ആത്മീയമായ ഔന്നിത്യത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും രേഖപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഈ ഒരുമിച്ച് കൂടി ഇന്നത്തെ തക്ബീർ ധ്വനികൾ മുഴക്കി എല്ലാവരും സന്തോഷത്തോടെ വിജയപേരി മുഴക്കി നേടിയെടുത്ത ആത്മീയത നിലനിർത്തി തരട്ടെ. അത് നിലനിർത്തുവാൻ വേണ്ടി ഇനി അങ്ങോട്ടുള്ള ശ്രമം ഉണ്ടാകണമെന്നുള്ള സന്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.